നമസ്കാരം, ഞാൻ ഡോക്ടർ മെജോ മാത്യു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പല്ല് പോകാതെ എങ്ങനെ പ്രായമാകാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. പ്രായമായാൽ പല്ല് പോകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ശരിയായ വായ ശുചിത്വവും കൃത്യമായ ദന്തപരിശോധനയും ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ സ്വന്തം പല്ലുകളോടെ ആരോഗ്യകരമായി ജീവിക്കാം. വായിലെ അണുബാധകളും മോണരോഗങ്ങളും ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളെയും ബാധിക്കാം. വായിലെ പ്രശ്നങ്ങൾ നിസ്സാരമെന്ന് കരുതി അവഗണിക്കരുത്. ഈ പ്രായം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ വയോജനങ്ങളിൽ പലരും ഒന്നിലധികം മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നവരാണ്. ചില മരുന്നുകൾ വായ വരണ്ടു പോകാൻ കാരണമാകുന്നു. ഉമിനീർ കുറയുമ്പോൾ പല്ലിന് കേട്, വായുനാറ്റം, മോണരോഗങ്ങൾ, ഫംഗസ് അണുബാധ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു. പ്രായമാകുമ്പോൾ കൈകളുടെ ചലനശേഷി കുറയുക, കാഴ്ച മങ്ങുക, ഓർമ്മക്കുറവ് എന്നിവ കാരണം വായ ശരിയായ രീതിയിൽ വൃത്തിയാക്കാൻ കഴിയാതെ വരാം. അതിനാൽ കുടുംബാംഗങ്ങളുടെ കരുതലും പിന്തുണയും പ്രധാനമാണ്. പല്ല് നഷ്ടപ്പെടുന്നത് പ്രായത്തിൻ്റെ ലക്ഷണമല്ല. മോണരോഗങ്ങളും പല്ലിൻ്റെ കേടും സമയത്ത് ചികിത്സിക്കാത്തതാണ് പ്രധാന കാരണം. വേദനയില്ലെങ്കിൽ പ്രശ്നമില്ല എന്ന ധാരണയാണ് പലർക്കും. ഇത് തെറ്റാണ്. പല മോണരോഗങ്ങളും വായിലെ ചില ഗുരുതര രോഗങ്ങളും തുടക്കത്തിൽ വേദനയില്ലാതെയാണ് ആരംഭിക്കുന്നത്. ഈ കൃത്രിമ പല്ല് ഉപയോഗിക്കുന്നവർ അത് ദിവസവും നന്നായി വൃത്തിയാക്കണം. രാത്രി ഉറങ്ങുമ്പോൾ ഡെഞ്ചർ മാറ്റി വയ്ക്കുന്നത് വായിലെ കോശങ്ങൾക്ക് വിശ്രമം നൽകുകയും അണുബാധയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ഡെഞ്ചർ ഇളകുകയോ വേദന ഉണ്ടാകുകയോ ചെയ്താൽ ദന്തരോഗ വിദഗ്ധനെ സമീപിക്കണം. ഇനി വായിലെ ക്യാൻസറിനെ കുറിച്ച് കൂടി ഒരു വാക്ക് പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് വായിലെ ക്യാൻസർ. പുകയില ഉപയോഗം, പാൻ മസാല, അമിതമായ മദ്യപാനം തുടങ്ങിയവ ക്യാൻസറിന് കാരണമാകാം. 2 ആഴ്ചയിൽ കൂടുതൽ ഭേദമാകാത്ത വായ്പുണ്ണ്, വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ, വായ തുറക്കാൻ ബുദ്ധിമുട്ട്, വിഴുങ്ങാൻ പ്രയാസം, സ്ഥിരമായി എരിച്ചിൽ എന്നിവ അവഗണിക്കരുത്. നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സ കൂടുതൽ ഫലപ്രദമാകും. താങ്ക് യു.